ഹായ് ഓൾ. ഇന്ന് ഞാൻ രണ്ട് വെറൈറ്റി സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് ഒന്ന് എരിവും അതേപോലെ ഒന്ന് മധുരമുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് മിനി ബ്രെഡ് പോക്കറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കും. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ നല്ലോണം ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 3 സവാള ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. അതിനായി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 5-6 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മൈദയാണ്. അപ്പം മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതാണ്. ഇനി ഈ ബ്രെഡ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇപ്പം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് ഈ മൈദയുടെ ബാറ്റർ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം പോക്കറ്റിൻ്റെ ഒരേ ഷേപ്പിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രൗൺ ബ്രെഡും ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതും ഇതേപോലെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഈ ബ്രെഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ എല്ലാം ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. ഈ ബ്രെഡ് ഒന്ന് ഈ പോക്കറ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. അപ്പം ഇതേപോലെ എല്ലാം നിറച്ചു കൊടുക്കാം നമുക്ക്. നല്ല ടേസ്റ്റുള്ള മസാലയാണ്. ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം നിറച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മിനി ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന്
ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായി ഉണ്ടാക്കുന്നത് പഴം നിറച്ചതാണ്. അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഈ പഴം നിറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഷുഗർ അല്ല ആഡ് ചെയ്യുന്നത്, ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഒരു 2 ശർക്കര ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ വെള്ളം വറ്റി വരുന്നവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 3 പഴമാണ് എടുത്തത്. അതൊന്ന് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇതേപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് പിന്നെ നടുക്കായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. അപ്പം ഒരു ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പം ഈ ഫില്ലിങ്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് നല്ലോണം പ്രസ് ചെയ്തിട്ട് നിറച്ചു കൊടുക്കാം. അതേപോലെ നമുക്ക് ഇത് 2 സൈഡിലും നിറച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഒരു സൈഡിലാണ് നിറച്ചു കൊടുക്കുക. അങ്ങനെ അങ്ങ് വേഗം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ എല്ലാ പഴവും നമുക്ക് നിറച്ചെടുക്കാം. അപ്പം എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം അതിനായി ഒരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് മൈദയുടെ ബാറ്ററാണ്. അപ്പം മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതേപോലെ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിന്റെ മേലെ ഈ പഴത്തിന്റെ മേലെയാണ് ഈ മൈദ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുന്ന നേരമൊന്നും ഇതിലേക്ക് തേങ്ങ ഫില്ലിങ്സ് എണ്ണയിലേക്ക് വീഴുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം എല്ലാം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റും കൂടി ചെയ്യണം. ഞാനുണ്ടാക്കി 2 സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടിപൊളി പഴം നിറച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഓക്കെ, ബൈ.